കേരള കോൺഗ്രസ് യുഡിഎഫിലേക്ക് ലയിച്ചേ മതിയാവൂ. ഇതിപ്പോൾ സഭാ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പ്രത്യേകിച്ച് ജോസ് കെ മാണിയോട് ആവശ്യപ്പെടുകയും എന്നാൽ മാണി പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെയാണ് ഫാദർ മാണി പുതയിടം കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി തന്നെ ശക്തമായിട്ട് തന്നെ കേരള കോൺഗ്രസ് യുഡിഎഫിലേക്ക് ലയിക്കണം, അത് ആവശ്യകതയാണ് എന്നുള്ളത് പറയുകയാണ്. ജോസ് കെ മാണി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കൂടി ഒന്ന് കഴിയട്ടെ, അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങാൻ. ഇതിനകത്തൊരു സാവകാശം വേണമല്ലോ. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടാണല്ലോ ചില കാര്യങ്ങൾ ജോസ് കെ മാണി ഉന്നയിച്ചത്. LDF മുന്നണിയിൽ പറയാതെ പൊതു ഇടങ്ങളിൽ വെച്ച് അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സൂചന കൊടുത്തതാണ്. ജോസ് കെ മാണി ഇപ്പുറത്തോട്ട് വരും. ഫാദർ പറയുന്നത് പോലെ കോൺഗ്രസ് ചേരേണ്ടുന്നത് UDFിലാണ്, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് ചേരേണ്ടുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളല്ല കോൺഗ്രസിലുള്ളത്, കേരള കോൺഗ്രസിലുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അല്ല ചേർന്ന് നിൽക്കേണ്ട. ഘടകകക്ഷിയാണെങ്കിലും കോൺഗ്രസിൻ്റെതായ ഒരു പൊതുഘടന, പൊതുമൂല്യമുണ്ടല്ലോ. അത് എത്രയെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ എവിടെ പോയാലും നേരെ ചെന്ന് എത്തേണ്ടുന്ന ഒരു ഭവനമുണ്ടല്ലോ, കുടുംബം. കുടുംബത്തിൽ തന്നെ എത്തേണ്ടതായിട്ടുള്ള സാഹചര്യം എത്തിയിരിക്കുന്നു. അത് അങ്ങനെ തന്നെ നിൽക്കണം. ആ ഒരു ലയനം ആവശ്യമാണ്. കാരണം നമുക്കറിയാം BJP വളർന്നു വരുന്നു കേരളത്തിലല്ല, ഇന്ത്യ മുഴുവനും BJP ബാധിച്ചിരിക്കുന്നു. മാത്രമല്ല കേരളത്തിലും ഒരു പക്ഷേ BJPയുടെ ഒരു എന്താ പറയുക പങ്കാളിത്തം അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയ്ക്ക് പിണറായി സർക്കാരിൻ്റെ ഒരു വിരുദ്ധ മനോഭാവം, ജനവിരുദ്ധ വികാരം, ഇതൊക്കെ കൊണ്ടല്ലേ സഭാധ്യക്ഷന്മാര് മുന്നിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു സഭാധ്യക്ഷൻ പറയണം അല്ലെങ്കിൽ സഭാ നേതാക്കൾ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു ഗൗരവത്തോട് തന്നെ എടുക്കേണ്ട കാര്യമല്ലേ അത്. അതായത് ഈ ജോസ് കെ മാണി എന്തായാലും ഈ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ പറയുന്നതനുസരിച്ച് ചെയ്യത്തുള്ളൂ. അത് LDFിലേക്ക് വന്നപ്പോഴും അവിടെയുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടാണ്. അല്ലാതെ ജോസ് കെ മാണി ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് ഇങ്ങ് പോരുകയല്ല ചെയ്യുന്നത്. ഇനിയിപ്പോൾ UDFിലേക്ക് പോകുമ്പോൾ ഇവിടെ പലരും അതുണ്ടാകും. റോഷി അഗസ്റ്റിന് പിണറായിയുടെ ഗുഡ് ബുക്കിലാണ് നിൽക്കുന്നത്. റോഷി അഗസ്റ്റിനും വിഭാഗവും അവിടെ നിൽക്കുകയും ചെയ്യും. പിന്നെ കേരള കോൺഗ്രസ് അല്ലേ പിളർന്നിരിക്കണം. റോഷി അഗസ്റ്റിൻ പുതിയൊരു പാർട്ടി തുടങ്ങുമായിരിക്കും. കേരള കോൺഗ്രസ് വേറെ വന്നാലൊന്നും നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. ഇത്രയും നാളായിട്ട് ഇത് പിളരാത്തത് എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കേരള കോൺഗ്രസ് അങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് എല്ലാം കൂടി ഒന്നിക്കണം എന്നൊരാശയം വന്നിട്ടുണ്ട്. കാരണം PJ ജോസഫ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാകും. കാരണം അദ്ദേഹം തയ്യാറാകത്തില്ല, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അനാരോഗ്യം കാരണം അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും. PJ ജോസഫിൻ്റെ മകൻ ഇറങ്ങുന്നുണ്ട്. PJ ജോസഫ് വിഭാഗത്തിന് 2 സീറ്റേ ഇപ്പോൾ നിലവിലുള്ളൂ, ജയിച്ചിട്ടുള്ളൂ. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമുണ്ട്, മകൻ അനൂപ് ജേക്കബാണ്. യഥാർത്ഥത്തിൽ ഈ കേരള കോൺഗ്രസ്സുകളെല്ലാം ഒന്നിക്കണം. LDFിൽ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, ആന്റണി രാജുവിൻ്റെ. അതൊന്നും ഇനിയിപ്പോൾ ഇല്ല. ആന്റണി രാജുവിനെ ഇനി മത്സരിക്കാൻ അനുവദിക്കുകയുമില്ല. അത് LDF ആ സീറ്റങ്ങ് എടുക്കും. ആ കേരള കോൺഗ്രസ് അങ്ങ് ഇല്ലാതാകും. പിന്നെ ഇപ്പുറത്തുമുണ്ട് കാപ്പൻ്റെ കേരള കോൺഗ്രസ്സും ഉണ്ട്. ഇതിങ്ങനെ ആളാം വീതം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്നാകാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ മുൻകൈ എടുക്കാൻ പോകുന്നത് ജോസഫും ജോസ് കെ മാണി വിഭാഗവും കൂടി ചിലപ്പോൾ ഒന്നിക്കാനുള്ള സാധ്യത. സഭാ നേതാക്കൾ ഇപ്പം ഫാദർ ഉൾപ്പെടെയുള്ള നിരവധി സഭകൾ ഇത്തരത്തിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവര് ഒരു UDF രംഗത്ത് വരണം, അല്ലെങ്കിൽ UDFിന്റെ ഒരു ഭരണം അവരാഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ? അതോ BJPയുടെ ഒരു ആധിപത്യം അത് കൂടുതലാന്ന് എന്നുള്ളൊരു ഭയം കാരണമാണോ? ഇപ്പം KPCC അധ്യക്ഷൻ ആരാ? സണ്ണി ജോസഫ്. സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് തന്നെ എന്തിനെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ വിഭാഗത്തെ കോൺഗ്രസിലേക്ക് കൂടുതലായിട്ട് പഴയതുപോലെ ചേർത്ത് നിർത്തണം. പൊതുവെ ക്രൈസ്തവർ കോൺഗ്രസിനോട് അനുഭാവമുള്ളവരാണ് എല്ലാ കാലത്തും. സമീപമായിട്ട് കുറച്ച് നാളുകളാണ് ഈ കോൺഗ്രസ്സിൽ നിന്ന് ക്രൈസ്തവരാകുന്നത്. അതിൻ്റെ കാരണം മുസ്ലിം ലീഗ് കോൺഗ്രസിനകത്ത് വലിയ ആധിപത്യം സ്ഥാപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിഭാഗത്തിന് അമിത പ്രീണനം നടത്തുന്നു. ഇത്
സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ക്രൈസ്തവർക്ക് ബോധ്യമായി. പിന്നെ ക്രൈസ്തവരുടേതായ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ BJP സദാ സന്നദ്ധരായി ഇവിടെ നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ബിഷപ്പുമാർ അദ്ദേഹത്തെ കാണാൻ ക്യൂ ആണ്. അദ്ദേഹത്തെ മാത്രമല്ല അമിത്ഷായെ പോലും. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർക്ക് അക്കാര്യത്തിൽ വലിയ ഭയമുണ്ട്. കോൺഗ്രസിൽ നിന്ന് അകന്നു പോയ ക്രൈസ്തവരെ BJPയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിനെയും ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ ഒന്നിപ്പിക്കുക എന്ന് സഭ ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് ആ പാർട്ടിയുടെ ശക്തി അല്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് UDFൽ വലിയ ബാർഗെയിനിങ് നടക്കുമെന്നേ. ഓരോ ഗ്രൂപ്പുകാർക്കും സീറ്റ് അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 140 സീറ്റൊന്നും തികയാതെ വരും ഇവർക്ക്. ഘടകകക്ഷികളെല്ലാം കൂടി അങ്ങോട്ടേക്ക് കയറി ഓരോരുത്തർക്കും ഒറ്റയാൾ പട്ടാളങ്ങൾക്കും കൊടുക്കണമല്ലോ ഒരെണ്ണം. അവരും മന്ത്രി ജയിച്ചു വന്നു കഴിഞ്ഞ് UDF അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാകാനും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർക്കും കൊടുക്കണം. അപ്പം ഇത് ഇപ്പം കേരള കോൺഗ്രസ് ഒന്നിച്ചു കഴിഞ്ഞാൽ മുന്നണിയിലെ ഒരു പ്രബല വിഭാഗമായി മാറും. അത് ലീഗിനൊരു പ്രശ്നമുണ്ടാക്കും. ഇപ്പം ലീഗാണ് പ്രധാന ഘടകം. നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഇപ്പോൾ കുറച്ചുകൂടി മതപ്രീണനങ്ങൾ കൂടുതലായിട്ട് തോന്നുന്നു. മതപ്രീണനങ്ങൾ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ പാർട്ടിക്കാർ മതവിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ നിൽക്കുന്ന തരത്തിൽ തന്ത്രങ്ങൾ മെനയുന്നു അല്ലേ? മുസ്ലിം ലീഗ് ഓക്കെ, അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. ക്രിസ്ത്യൻ സഭകൾ ഇതിലൊന്നും നിൽക്കാത്ത എനിക്കൊന്ന് ഹിന്ദു സംഘടന, കാരണം അവിടെ ആർക്കും ഇല്ലല്ലോ, കോടാനുകോടി ദേവഗണങ്ങൾ ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളും. ഒരു പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ഒരു മതപരമായിട്ടുള്ള മതവിശ്വാസികളുടെ പേരിലുള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള പ്രീണനങ്ങളുടെ അധിഷ്ഠിതമായിട്ടാണ് രാഷ്ട്രീയം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹൈന്ദവ വോട്ടുകളൊക്കെ സമാഹരിക്കാനായിട്ട് പിണറായി വിജയൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. വിട്ടുപോയ ഈഴവ വോട്ടുകളെല്ലാം തിരികെ കൊണ്ടുവരാനായിട്ടുള്ളത്. BJPയിലേക്ക് നല്ല രീതിയിൽ പോയല്ലോ ആ വോട്ടുകളെ. ഈഴവ വോട്ടുകളൊക്കെ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ CPMനാണ് ഉള്ളത്. അതിലാണ് ചോർച്ച വന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ അത് പ്രകടമാണ്. CPMൻ്റെ സംസ്ഥാന നേതാക്കൾ തന്നെ അത് സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. പിന്നെ ഈ ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ പോലും നല്ല ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ഇവിടെ കേരളത്തിൽ ആളുണ്ട്. കാരണം BJPയിൽ ധാരാളം ക്രൈസ്തവ മുഖങ്ങളുണ്ട്. ടോൺ ജോർജ് ആയാലും ജേക്കബ് തോമസ് ആയാലും അൽഫോൻസ് കണ്ണന്താനമായാലും അനിൽ ആൻ്റണി ആയാലും അല്ലേ, അനൂപ് ആൻ്റണി ആയാലും ഒക്കെ തന്നെ ഒരു വലിയ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ തക്കവണ്ണം PC ജോർജ് ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ സഭയുമായിട്ടൊക്കെ നിരന്തരം കോണ്ടാക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രതിഫലനം ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ജോസ് കെ മാണി വിഭാഗം വെയിറ്റ് ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകും. കാരണം അവിടെ ആ താഴെത്തട്ടിൽ റിസൾട്ട് ഏത് തരത്തിലായിരിക്കും മാറാൻ പോകുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും തുടർന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ജോസ് കെ മാണി, ഇത് നമ്മൾ ഏറെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജോസ് കെ മാണി വിഭാഗം LDF വിടുമോ ഇല്ലയോ? ഇപ്പോൾ സഭ തന്നെ ഉന്നയിക്കുകയാണ് ഇതൊന്നിക്കണം എന്ന്. ഒന്നിക്കണമെന്നുണ്ടെങ്കിലും അവർ മുന്നണി വിട്ട് വരികയോ ഒക്കെ വേണം, അല്ലെ ജോസഫ് മുന്നണി വിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയും വേണം. കൂടുതൽ സാധ്യത ജോസ് കെ മാണി LDF വിട്ട് UDFിലേക്ക് വരാനുള്ളതാണ് കാണുന്നത്.